21ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മേള ഉദ്ഘാടനം ചെയ്തത്. ചലച്ചിത്രമേളയ്ക്ക് ഓരോ വർഷവും കഴിയുന്തോറും ജനപ്രീതി വർദ്ധിക്കുകയാണ്. ഇതിന്റെ നേർക്കാഴ്ചയാണ് മേളയിൽ നവാഗതരായി എത്തുന്ന വിദ്യാർത്ഥികൾ. ആദ്യമായി ചലച്ചിത്രമേളയ്ക്ക് എത്തിയ കുറച്ച് വിദ്യാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. ഇവർ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ 1ാം വർഷ PG വിദ്യാർത്ഥികളാണ്. മേളയിലെ നവാഗതരായ ഇവർ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് തന്നെ കൂട്ടായ ചർച്ചയിലൂടെയാണ്. ഇവർ തമ്മിൽ പിന്തുടരുന്ന ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷം, പിന്നെ അതുകൂടാതെ അവരിലെ പല ആശയങ്ങളുടെ സാധ്യത ഇതാണ് അവരെ കൂടെ എന്താണ് ഇവരെ രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് ആകർഷിച്ചതെന്നോ? അതുകാര്യം ഞങ്ങളെല്ലാവരും ഫിലിം ലിറ്ററേച്ചർ ഫിലിംസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫിലിമോട് ഭയങ്കര താല്പര്യമുണ്ട്. പിന്നെ ഇതൊരു വലിയ അവസരമല്ലേ, ഒരു 60ഓളം രാജ്യങ്ങൾ, 160ഓളം സിനിമകൾ, ആ ഒരു അവസരം മുതലെടുക്കാൻ തന്നെ തിരിച്ചു. പല രീതിയിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകളാണല്ലോ. അപ്പോൾ വ്യത്യസ്തമായ സിനിമ അനുഭവങ്ങളാവും. അപ്പോൾ വ്യത്യസ്തമായ ആയിട്ടാവും ആളുകൾക്ക് രുചിക്കുക. അപ്പോൾ വ്യത്യസ്ത അനുഭവങ്ങൾ പങ്കുവെക്കുന്നതും തീർത്തും ആനന്ദകരമായ കാര്യമാണ്. സിനിമകൾ കണ്ടതിനു ശേഷം ഇവർ കൂട്ടായി അവ വിലയിരുത്തുകയും ചെയ്യും. ചലച്ചിത്രമേള എന്നും പുതു സൗഹൃദങ്ങൾക്കും ചർച്ചകൾക്കും വേദിയാകുന്നത് പോലെയാണ് മേളയിൽ നവാഗതരായി എത്തുന്ന വിദ്യാർത്ഥികളും. മേളയുടെ ജനപ്രീതി ഓരോ വർഷം കഴിയുന്തോറും വർദ്ധിക്കുന്നുവെന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവ്? ദൃശ്യങ്ങൾ പകർത്തിയ ബിച്ചു പൂവച്ചലിനൊപ്പം S. ഷീജ. നോട്ട് പിൻവലിക്കൽ നടപടിയിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. നോട്ട് നിയന്ത്രണത്തിന് പകരം നോട്ട് നിരോധനം കൊണ്ടുവന്നത് എന്തിനെന്ന് സുപ്രീം കോടതി. നോട്ട് പിൻവലിക്കൽ തീരുമാനം രഹസ്യമായിരുന്നുവെന്നും കോടതി. സഹകരണ ബാങ്കുകളോട് തുടരുന്ന വിവേചനം തെറ്റെന്നും അംഗീകരിക്കാനാകില്ലെന്നും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വ്യക്തമാക്കി. വിഷയം ഭരണഘടനാ ബെഞ്ചിന് വിടുന്ന കാര്യം പരിഗണിക്കുമെന്നും ബുധനാഴ്ചയ്ക്കകം കേന്ദ്രം മറുപടി നൽകണമെന്നും സുപ്രീം കോടതി അറിയിച്ചു. നോട്ട് അസാധുവാക്കൽ നടപടിയിൽ 9 സുപ്രധാനമായ ചോദ്യങ്ങളാണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് ഉന്നയിച്ചത്. എപ്പോഴാണ് നോട്ട് അസാധുവാക്കൽ തീരുമാനമെടുത്തതെന്നും ഇതെടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നുവെന്നും ഈ തീരുമാനം രഹസ്യമായിരുന്നുവെന്നും കോടതി ചോദിച്ചു. 24,000 രൂപ വരെ ആഴ്ചയിൽ പിൻവലിക്കാമെന്ന നിയന്ത്രണം കൊണ്ടുവരാൻ എങ്ങനെ സർക്കാരിനാകുമെന്ന് കോടതി ചോദിച്ചു. നിക്ഷേപകർ നിക്ഷേപിച്ച പണം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ നിക്ഷേപകർക്ക് മുഴുവൻ പണവും പിൻവലിക്കാൻ അനുവദിക്കാനാകില്ലെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി അറിയിച്ചു. കറൻസി ക്ഷാമമുണ്ടെന്ന് സമ്മതിച്ച സർക്കാർ വലിയ മാറ്റത്തിന് വേണ്ടിയുള്ള ചെറിയ നിയന്ത്രണം മാത്രമാണിതെന്നും ഓരോ നിക്ഷേപകരെയും തിരിച്ചറിയാനാണ് ഈ നിയന്ത്രണമെന്നും വ്യക്തമാക്കി. ഡിജിറ്റൽ എക്കോണമിക്ക് വേണ്ടിയുള്ള ആദ്യ ചുവടെന്നും Paytm അടക്കമുള്ളവയ്ക്ക് പിന്തുണ വേണമെന്നും അറിയിച്ചു. അതേസമയം സഹകരണ ബാങ്കുകളോട് തുടരുന്ന വിവേചനം തെറ്റാണെന്നും അംഗീകരിക്കാനാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതെന്നും അടിസ്ഥാന സൗകര്യങ്ങളും KYC മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് സഹകരണ ബാങ്കുകൾ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ സഹകരണ ബാങ്കുകളിൽ ഉപാധികളോടെ നിക്ഷേപം സ്വീകരിക്കുന്ന കാര്യം പരിശോധിക്കണമെന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. ഡിസംബർ 14-നകം സർക്കാർ ഇക്കാര്യങ്ങളിൽ മറുപടി നൽകണം. 58 ലക്ഷത്തോളം വരുന്ന സഹകാരികൾക്ക് വലിയ ആശ്വാസം നൽകുന്നതായിരുന്നു സുപ്രീം കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണം. കള്ളപ്പണ നിക്ഷേപം എന്ന പതിവ് പല്ലവിക്കപ്പുറം മറ്റൊന്നും ആരോപിക്കാൻ കേന്ദ്ര സർക്കാരിനായില്ല എന്നതും ശ്രദ്ധേയമായി. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. പരാതി ഉയർന്നാൽ സംശുദ്ധിയുള്ളവരായാലും അന്വേഷണം നേരിടേണ്ടി വരുമെന്നും എന്നാൽ അന്വേഷണ വിധേയരെ ക്രൂശിക്കുന്ന സമീപനം ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഴിമതിക്കെതിരെ പോരാടുന്നവർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും അവർക്കൊപ്പം സർക്കാരുണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എറൈസിംഗ് കേരള, വിസിൽ നൌ എന്നീ വിജിലൻസ് മൊബൈൽ ആപ്പുകൾ മുഖ്യമന്ത്രി പുറത്തിറക്കി. അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് വിജിലൻസ് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കിയത്. പരാതി ഉയർന്നാൽ ആരായാലും അന്വേഷണം നേരിടേണ്ടി വരും. എന്നാൽ അന്വേഷണ വിധേയരെ ക്രൂശിക്കുന്ന സമീപനമുണ്ടാകരുത്. പരാതികൾ ഉയർന്നു വന്നാൽ സംശുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അന്വേഷണം നേരിടേണ്ടതായിട്ട് വരും. അത് ആ നിലക്ക് കണ്ടുകൊണ്ട് ഒരു സമീപനം സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അന്വേഷണം ആരംഭിക്കുമ്പോൾ ഉടനെ എന്തോ കിട്ടിപ്പോയി എന്ന മട്ടിലൊരു ഭയങ്കരമായ പ്രചരണ രീതി, അത് അനാവശ്യമായി അന്വേഷണ വിധേയനാകുന്ന വിധേയയാകുന്ന ആളെ ക്രൂശിക്കലാണ്. ഒരു സമീപകാല സംഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇക്കാര്യം പറയുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അഴിമതിക്കെതിരെ പോരാടുന്നവർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും അവർക്കൊപ്പം സർക്കാരുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അഴിമതിക്കെതിരെയുള്ള നീക്കങ്ങൾ നടത്തുന്നവർ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല. അതിനെതിരെ എന്ത് നീക്കം വന്നാലും നിങ്ങളുടെ കൂടെ സർക്കാരുണ്ടാവും.
പുതുതായി നിയമനം നേടുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരാഴ്ചത്തെ സദ്ഭരണ പരിശീലനം നൽകും. അഴിമതി പുറത്തുകൊണ്ടുവരുന്നവർക്ക് എല്ലാ വർഷവും വിസിൽ ബ്ലോവേഴ്സ് അവാർഡ് നൽകുമെന്നും അഴിമതി വിരുദ്ധ സുസ്ഥിര വികസനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം അഴിമതി വിരുദ്ധ ദിനം ആചരിക്കാൻ തന്നെ മറന്നെന്നും എല്ലാ വകുപ്പുകളിലും അഴിമതിയായിരുന്നുവെന്നും പറഞ്ഞ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് 6 മാസം കൊണ്ട് അഴിമതി കുറയ്ക്കാൻ കഴിഞ്ഞെന്നും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. DCC പ്രസിഡന്റ് സ്ഥാനങ്ങൾ കടുത്ത പോരിലൂടെ ഗ്രൂപ്പുകൾ വീതം വെച്ചെടുത്തിട്ടും ഇക്കാര്യം തുറന്നു സമ്മതിക്കാതെ KPCC അധ്യക്ഷൻ VM സുധീരൻ. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ല പുനഃസംഘടന നടന്നതെന്നും മറിച്ച് മെറിറ്റായിരുന്നു പട്ടികയ്ക്ക് ആധാരമാക്കിയതെന്നും സുധീരൻ വ്യക്തമാക്കുന്നു. അതേസമയം ഒരു ഗ്രൂപ്പിനെയും വെട്ടിനിരത്തിയിട്ടില്ലെന്ന് K മുരളീധരൻ വ്യക്തമാക്കി. എന്നാൽ തങ്ങളുടെ ചിറകരിഞ്ഞുള്ള ഭാരവാഹികളെ തീരുമാനിക്കൽ പ്രക്രിയയോട് കടുത്ത അമർഷത്തിലാണ് A ഗ്രൂപ്പ് നേതാക്കൾ. കോൺഗ്രസിൽ ഗ്രൂപ്പ് നിലനിൽക്കുന്നുവെന്നും ഗ്രൂപ്പ് ഒഴിവാക്കാനാകില്ലെന്നും വ്യക്തമാക്കുന്ന KPCC പ്രസിഡന്റ് VM സുധീരൻ പക്ഷേ പുതിയ DCC ഭാരവാഹികളുടെ ലിസ്റ്റിന്റെ കാര്യത്തിൽ ഇത് തുറന്നു പറയാൻ തയ്യാറായില്ല. 8 ജില്ലകളിൽ ആധിപത്യം സ്ഥാപിച്ച I ഗ്രൂപ്പ് A ഗ്രൂപ്പിന്റെ ചിറകരിയുന്ന കാഴ്ചയാണ് ലിസ്റ്റിൽ കണ്ടത്. 5 ജില്ലകളുടെ ഭരണം കൊണ്ട് ഉമ്മൻചാണ്ടി നയിക്കുന്ന A ഗ്രൂപ്പിന് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നതാണ് വസ്തുത. മുൻകാലത്ത് ഗ്രൂപ്പുകൾ ഏകദേശ തുല്യത പാലിച്ചുകൊണ്ട് സ്ഥാനങ്ങൾ കൈയടക്കിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ A ഗ്രൂപ്പ് കാണിച്ച കടുംപിടുത്തമാണ് ഇപ്പോഴത്തെ വെട്ടിനിരത്തലിന് പിന്നിലെന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. പക്ഷേ മെറിറ്റ് മാത്രമായിരുന്നു DCC ഭാരവാഹിത്വത്തിന് ആധാരമെന്ന് VM സുധീരൻ വ്യക്തമാക്കി. എല്ലാ വിധത്തിലുള്ള അതിൻ്റെ സമവാക്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചേരുവകൾ ചേർത്തുകൊണ്ട് അതേ സമയത്ത് തന്നെ മെറിറ്റിന് ദോഷം വരാത്ത രീതിയിൽ ഒരു നിരയാണ് വന്നിട്ടുള്ളത്. VM സുധീരൻ പക്ഷത്തിന് തൃശൂർ ജില്ല ലഭിച്ചു. തിരുവനന്തപുരവും കൊല്ലവും I ഗ്രൂപ്പിന്റെ നേതാക്കളാണ് ഭാരവാഹികളെങ്കിലും ഇവരൊക്കെ കടുത്ത സുധീരൻ ഭക്തരാണ്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വിദേശത്തായതിനാൽ ലിസ്റ്റിനെക്കുറിച്ച് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അതേസമയം A ഗ്രൂപ്പിനെ വെട്ടിനിരത്തിയിട്ടില്ല എന്ന വാദഗതിയാണ് K മുരളീധരനുള്ളത്. DCC പട്ടികയെ സ്വാഗതം ചെയ്ത K മുരളീധരൻ I ഗ്രൂപ്പ് തലവൻ ഉമ്മൻചാണ്ടിയെ പുകഴ്ത്താനും മറന്നില്ല. അങ്ങനെയൊന്നും ഒരു ഗ്രൂപ്പിനെയും വെട്ടിനിരത്തില്ല. ഉമ്മൻചാണ്ടി കോൺഗ്രസിൻ്റെ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടൊന്നും ഒരിക്കലും കേരളത്തിൽ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ ലഭിച്ച തിരിച്ചടിക്ക് KPCC പുനഃസംഘടനയിലെങ്കിലും മറുപടി നൽകാമെന്ന് കരുതിയുള്ള നീക്കത്തിലാവുകയാണ് A ഗ്രൂപ്പ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗ്രൂപ്പുകളുടെ ശക്തി കേന്ദ്രമായ തൃശൂർ ജില്ല സുധീരപക്ഷം പിടിച്ചടക്കിയതോടെ നിയുക്ത DCC പ്രസിഡന്റ് TN പ്രതാപനെതിരെ AI വിഭാഗങ്ങൾ കൈകോർക്കുന്നു. മുൻമന്ത്രി CN ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ പിന്തള്ളിയാണ് പ്രതാപൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. യുവനേതാവെന്ന പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതാപനെതിരെ മുതിർന്ന നേതാക്കൾ പരസ്യമായി രംഗത്തെത്തുമെന്നാണ് സൂചന. K കരുണാകരന്റെയും I ഗ്രൂപ്പിന്റെയും തട്ടകമായി അറിയപ്പെട്ടിരുന്ന തൃശൂർ ജില്ല A വിഭാഗത്തിൽ നിന്ന് തിരികെ പിടിക്കാൻ മുതിർന്ന നേതാക്കൾ അങ്കത്തട്ടിലിറങ്ങിയിരുന്നു. കണക്ക് കൂട്ടലുകൾ പാടെ തെറ്റിച്ചാണ് ഇരു ഗ്രൂപ്പുകളെയും നിഷ്പ്രഭമാക്കി TN പ്രതാപൻ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയത്. മുൻമന്ത്രി CN ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പ്രസിഡന്റ് പദത്തിനായി കരുക്കൾ നീക്കിയെങ്കിലും VM സുധീരന്റെ ആശീർവാദത്തോടെ പ്രതാപന്റെ ദില്ലി കേന്ദ്രീകരിച്ചുള്ള ചരടുവലികൾ ഫലം കണ്ടു. I ഗ്രൂപ്പിനെ വെട്ടിയൊതുക്കി 2013 അബ്ദുറഹ്മാൻ കുട്ടിയിലൂടെ A ഗ്രൂപ്പ് ജില്ല പിടിച്ചെടുത്തത്. അന്ന് പട്ടികയിലുണ്ടായിരുന്ന V ബൽറാം, തേറമ്പിൽ രാമകൃഷ്ണൻ എന്നിവരുടെ ആരോഗ്യനില അപകടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി PC ചാക്കോയാണ് A ഗ്രൂപ്പിനായി കളമൊരുക്കിയത്. സമാന തന്ത്രം പയറ്റിയാണ് പ്രതാപൻ CN ബാലകൃഷ്ണനെ അട്ടിമറിച്ചത്. ലോക്സഭ, തദ്ദേശ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇടക്കാല തെരഞ്ഞെടുപ്പുകളിലും ജില്ലയിൽ കോൺഗ്രസിന് ദയനീയമായ പരാജയമുണ്ടായത് A ഗ്രൂപ്പിനെ പരുങ്ങലിലാക്കിയിരുന്നു. ജില്ലയിൽ അടുത്ത കാലത്തായി ഉണ്ടായ ഗ്രൂപ്പ് കൊലപാതകങ്ങളും ഇരുവിഭാഗങ്ങൾക്കെതിരെയുള്ള ആയുധമാക്കാൻ പ്രതാപന് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അഴിമതി വിരുദ്ധത മുഖമുദ്രയാക്കി ശ്രദ്ധേയനായ TN പ്രതാപന് MLA ആയിരുന്നപ്പോഴുള്ള നാട്ടിക സ്നേഹതീരം അഴിമതി, തൃപ്രയാർ TSGA സ്റ്റേഡിയം അഴിമതി എന്നീ കേസുകൾ തലവേദനയാവും. സുധീരപക്ഷത്തിന്റെ നോമിനിയായി ജില്ല ഭരിക്കാനെത്തുന്ന പ്രതാപനെ ഒതുക്കാൻ AI ഗ്രൂപ്പുകൾ ഒറ്റക്കെട്ടായാണ് തന്ത്രങ്ങൾ മെനയുന്നത്. DCC പ്രസിഡന്റ് ചുമതല വഹിച്ചിരുന്ന PA മാധവൻ ഉൾപ്പെടെയുള്ള പ്രമുഖരെ വെട്ടി അധ്യക്ഷ പദത്തിലെത്തിയ പ്രതാപനെതിരെ അടുത്ത ദിവസങ്ങളിൽ മുതിർന്ന നേതാക്കൾ പരസ്യമായി രംഗത്ത് വരും എന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരികെ വാർത്തകളിലേക്ക്. CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ നടന്ന പെട്രോൾ ബോംബ് ആക്രമണത്തിൽ വ്യാപക പ്രതിഷേധം. ജില്ലയിലെ എല്ലാ ഏരിയ കമ്മിറ്റി കേന്ദ്രങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. പാലക്കാട് നടന്ന പ്രകടനത്തിന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ഉണ്ണി MLA, NN കൃഷ്ണദാസ് എന്നിവർ നേതൃത്വം നൽകി. നൂറുകണക്കിന് പ്രവർത്തകർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. പാലക്കാട് നഗരത്തിലൂടെ നീങ്ങിയ പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ പി ഉണ്ണി MLA, NN കൃഷ്ണദാസ്,
TN കണ്ടമുത്തൻ എന്നിവർ സംസാരിച്ചു. ശനിയാഴ്ച LDF നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിൽ പ്രതിഷേധ ദിനമാണ്. വിവിധ കേന്ദ്രങ്ങളിൽ ഇതിന്റെ ഭാഗമായി പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ആക്രമിക്കപ്പെട്ട CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് VS സന്ദർശിച്ചു. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ പോലീസ് അടിയന്തര നടപടിയെടുക്കണമെന്ന് VS ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P ഉണ്ണി, NN കൃഷ്ണദാസ് എന്നിവരിൽ നിന്ന് VS കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇന്നലെ രാത്രിയാണ് കാറിലെത്തിയ സംഘം പെട്രോൾ ബോംബുകൾ എറിഞ്ഞത്. തുടർച്ചയായി ഇങ്ങനെ ആക്രമണം നടത്തുന്നതിൻ്റെ പിറകിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആരാണെന്ന് പോലീസിന് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത് സംബന്ധിച്ച് അടിയന്തിരമായി അന്വേഷിച്ച് കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരുന്നതിനും അവർക്കെതിരായി കർശനമായ കേസെടുത്ത് നടപടി സ്വീകരിക്കുന്നതിനും ഗവൺമെൻറ് തയ്യാറാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലേക്ക് നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്ക് ചരിത്ര ജയം. തെരഞ്ഞെടുപ്പ് നടന്ന 51 കോളേജുകളിൽ 48ലും SFI മികച്ച ഭൂരിപക്ഷത്തിൽ വിജയം നേടി. ആകെയുള്ള 89 യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർമാരിൽ 82ഉം SFI നേടി. 24 കോളേജുകളിൽ മുഴുവൻ സീറ്റും നേടിക്കൊണ്ടാണ് SFI യൂണിയൻ നേടിയത്. നേരത്തെ 11 കോളേജുകളിൽ SFI എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു.